നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതിയായ ചെന്താമരയ്ക്കുണ്ടായിരുന്നത് സംശയരോഗവും അന്ധവിശ്വാസവും. അയൽക്കാരെയൊക്കെ സംശയത്തോടെയാണ് ഇയാൾ കണ്ടിരുന്നത്. ഇയാളുടെ സംശയരോഗത്തിലും അന്ധവിശ്വാസത്തിലും മനം മടുത്താണ് ഭാര്യയും മക്കളും വീട് വിട്ടുപോയത്. ചെന്താമരയുടേത് പ്രണയവിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ ഉപേക്ഷിച്ചത് ചെന്താമരയ്ക്ക് ഉൾക്കൊള്ളാനുമായില്ല. അതിൻ്റെ ഉത്തരവാദിത്വം ചെന്താമര സുധാകരൻ്റെ കുടുംബത്തിനുമേൽ കെട്ടിവെക്കുകയായിരുന്നു. അതിൻ്റെ പകയിലാണ് 2 തവണയായി ആ കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊന്നത്. ആസൂത്രിതമായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. നെന്മാറയിൽ അമ്മയെയും മകനെയും വെട്ടിക്കൊന്ന പ്രതി ചെന്താമരയ്ക്കെതിരെ മുൻപ് പരാതിപ്പെട്ടിരുന്നെങ്കിലും പോലീസ് ഗൗനിച്ചില്ലെന്ന ആരോപണവുമായി നാട്ടുകാരും കൊല്ലപ്പെട്ട സുധാകരൻ്റെ മകൾ അഖിലയും രംഗത്ത് വന്നിട്ടുണ്ട്. ചെന്താമര ആക്രമിക്കുമെന്ന ഭീതിയിലാണ് തങ്ങൾ കഴിഞ്ഞിരുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. 2 മാസം മുൻപാണ് പ്രതിയായ ചെന്താമര ജാമ്യത്തിലിറങ്ങിയത്. ചെന്താമര മുൻപ് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കൊല്ലപ്പെട്ട സുധാകരൻ്റെ മകൾ പറയുന്നു. ചെന്താമരയെ പേടിച്ച് വീട്ടിലേക്ക് വരാറില്ലെന്നും മാറി താമസിക്കുകയായിരുന്നു എന്നും അഖില പറയുന്നു. സുധാകരൻ തമിഴ്നാട്ടിൽ ഡ്രൈവറാണ്. ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് വീട്ടിലെത്തിയത്. ചെന്താമര ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ കഴിഞ്ഞ ഡിസംബർ 29-ന് സുരക്ഷയാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് പരാതി കാര്യമാക്കിയില്ല എന്നാണ് അഖിലയുടെ ആരോപണം. പണം ഞങ്ങൾ തരും. 2019 ഓഗസ്റ്റ് 31-നാണ് സുധാകരൻ്റെ ഭാര്യ സജിതയെ ചെന്താമര കിടപ്പുമുറിയിൽ കയറി വെട്ടിക്കൊന്നത്. സുധാകരൻ അന്ന് തിരുപ്പൂരിൽ ജോലി സ്ഥലത്തായിരുന്നു. കുട്ടികൾ സ്കൂളിലുമായിരുന്നു. ഈ അവസരം നോക്കിയായിരുന്നു കൊലപാതക ശേഷം ഇയാൾ പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലയിലെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും പോലീസ് പരിശോധനയിൽ പിടികൂടി. നാട്ടുകാർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ പുറത്തിറങ്ങിയപ്പോൾ 2019 സെപ്റ്റംബർ 3-നാണ് ഇയാൾ പിടിയിലായത്. തൻ്റെ കുടുംബം നശിക്കാൻ കാരണം സുധാകരൻ്റെ കുടുംബമാണെന്ന് മഷി നോക്കിയാണ് ചെന്താമര തീരുമാനിച്ചതെന്നും ഇയാളുടെ രീതികളും നീക്കങ്ങളുമൊക്കെ നിഗൂഢമാണെന്നും നാട്ടുകാർ പറയുന്നു. ജ്യോതിഷിയാണ് ഇത്തരത്തിൽ ചെന്താമര വിശ്വസിപ്പിച്ചത്. സജിതയെ കൊന്ന ശേഷം ഒളിവിൽ പോയ പ്രതിയെ തുടക്കത്തിൽ കണ്ടെത്താനായിരുന്നില്ല. അരക്കമലയിലും പരിസര പ്രദേശങ്ങളിലും വനത്തിലുമായി പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. അന്ന് കാട്ടിനുള്ളിലെ ഒളിത്താവളം വിട്ട് പുറത്തിറങ്ങുന്നതിനിടെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. സമാനമായ ഒരു സാധ്യതയാണ് ഇത്തവണയും പോലീസ് പ്രതീക്ഷിക്കുന്നത്. വിശപ്പ് സഹിക്കാൻ കഴിയാതാവുമ്പോൾ ചെന്താമര താനെ കാടിറങ്ങുമെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഇതിനിടയിൽ വീട്ടിൽ കണ്ടെത്തിയ വിഷക്കുപ്പി പോലീസിന് തലവേദനയാകുന്നുണ്ട്. വിഷം കഴിച്ച് താൻ കാട്ടിനുള്ളിൽ മരിച്ചുവെന്നു വരുത്തി തീർക്കാനാകും ചെന്താമരയുടെ ശ്രമമെന്ന് നാട്ടുകാർ സംശയിക്കുന്നു. മുടി നീട്ടി വളർത്തിയ സ്ത്രീ കൂടോത്രം ചെയ്തുവെന്നായിരുന്നു ജ്യോതിഷി പ്രവചനം. അതനുസരിച്ചാണ് പ്രദേശത്ത് നല്ല മുടി വളർത്തിയിരുന്ന സജിതയെ കൊന്നത്. പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇതുള്ളത്. മഷിനോട്ടത്തിലൂടെ കിട്ടിയ ഈ സൂചന സജിതയുടെ കുടുംബത്തോടും ചെന്താമര വെച്ചു പുലർത്തി. ചെന്താമര സൈക്കോയാണെന്നും പുതിയ വസ്ത്രമിട്ട് വീടിന് മുന്നിലൂടെ പോയാലോ വീട്ടിലേക്ക് നോക്കിയാലോ ഫോൺ ചെയ്താലോ വരെ ഇയാൾ അക്രമാസക്തനാകുമെന്നും നാട്ടുകാർ പറയുന്നു. സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നതിന് തൊട്ടുമുൻപ് പരിസരവാസിയായ മറ്റൊരു സ്ത്രീയെയും ഇയാൾ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. ചെന്താമരയുടെ ഭാര്യയും മകളും വർഷങ്ങൾക്ക് മുൻപ് ഇയാളെ ഉപേക്ഷിച്ചു പോയിരുന്നു. അവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല. നീണ്ട മുടിയുള്ള സ്ത്രീയാണ് ഇതിന് കാരണമെന്ന് ഏതോ ജ്യോത്സ്യൻ പറഞ്ഞത്രേ. സജിതയാണ് ഇതെന്ന് ഇയാൾ ഉറച്ചു വിശ്വസിച്ചു. ഈ വൈരാഗ്യത്തിലാണ് അന്ന് വീട്ടിനുള്ളിൽ കടന്നു കയറി അവരെ വെട്ടിക്കൊന്നത്. സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോടും വെച്ചു പുലർത്തി. സജിതയെ വെട്ടിക്കൊന്ന അതേ രീതിയിലാണ് അതേ വീടിൻ്റെ മുന്നിലിട്ട് ഭർത്താവിനെയും ഓടിയെത്തിയ അമ്മയെയും വകവരുത്തിയത്. അയൽപ്പക്കത്തെ വേറെ 2 സ്ത്രീകളെയും ഇയാൾ സംശയിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജയിലിൽ നിന്നിറങ്ങിയ ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് പോത്തുണ്ടിയിലെ വീട്ടിലെത്തിയത്. സജിത വധക്കേസിൻ്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ പ്രതിയുടെ ജാമ്യാപേക്ഷ അനുവദിക്കരുതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസിനും പ്രോസിക്യൂഷനുമായില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നത് വിലക്കണമെന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥയെ ഉൾപ്പെടുത്തിയുള്ളൂ.
ഈ വ്യവസ്ഥ ലംഘിച്ചാണ് ഡിസംബർ 29-ന് ചെന്താമര സ്വന്തം വീട്ടിലെത്തിയത്. സുധാകരനെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ചില അയൽവാസികളെയും ഭീഷണിപ്പെടുത്തി. സമീപവാസികൾ ഇത് സംബന്ധിച്ച് നെന്മാറ പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. സ്റ്റേഷനിനുള്ളിൽ കയറാതെ നിന്ന ഇയാളോട് ഇൻസ്പെക്ടർ പുറത്തേക്ക് വന്നാണ് സംസാരിച്ചത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്ത് ജാമ്യം റദ്ദാക്കാനുള്ള നടപടി വൈകിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.